ഹലോ, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുമ്പളങ്ങ ജ്യൂസാണ് കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് ഞാനിവിടെ മിക്സിയിൽ ഇത്രയും കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഹലോ, ഞാൻ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കുമ്പളങ്ങ പിന്നെ ഇത് മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുവാണേ. വെള്ളം ചേർത്തിട്ട് 2 പേർക്കുള്ള ജ്യൂസാണ് അടിക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുവാണേ. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കുമ്പളങ്ങ അരിച്ചെടുത്തിട്ട് നല്ലോണം അങ്ങ് അരിച്ചെടുത്താൽ നമുക്ക് 2 പേർക്കുള്ള ജ്യൂസ് കിട്ടും. ഈ ജ്യൂസ് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയാനും വയറിലെ അസിഡിറ്റി കുറയാനും നമുക്ക് വയറിന് നല്ലൊരു സുഖം കിട്ടാനും ഒക്കെ കുമ്പളങ്ങ നല്ല വിറ്റാമിൻ ബി കോംപ്ലക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുമ്പളങ്ങ അത്ര ആഷ് ഗോൾഡ് എന്ന് അതിന് പറയാം. അത്ര നല്ല സാധനം ഇത്. നമുക്ക് പക്ഷേ ഇതിൻ്റെ ഗുണമൊന്നും അറിയില്ല. നമ്മുടെ തൊടിയിലൊക്കെ പറമ്പിലൊക്കെ വെറുതെ കിടന്ന് പോകുമല്ലേ. ഇതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അറിയാവുന്നവർ, നമുക്കിതിനെപ്പറ്റി അറിയാവുന്നവർ പഠിക്കണം. ഒന്ന് നെറ്റിലൊക്കെ ഒന്ന് നോക്കി കുമ്പളങ്ങയുടെ ഗുണം എന്നാന്നൊക്കെ ഒന്ന് പഠിക്കണേ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഏറ്റിട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വയറെരിഞ്ഞിട്ട് വേഗം പോയി ചായ കുടിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നവരില്ലേ, അങ്ങനെയുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഭയങ്കര ഗുണമാണിതിന്. അപ്പം നമ്മുടെ ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ എടുക്കുന്നത്. 2 ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ജ്യൂസ്. ഇപ്പോൾ ഇത്രയും കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല രസമായിട്ട് കഴിക്കാൻ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. രാവിലെ എന്ത് ജോലി ചെയ്യാനൊക്കെ നമുക്ക് നല്ലൊരു ഉന്മേഷം വരുവേ. അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചാൽ രാവിലെ കഴിക്കണം. നമ്മുടെ വയറിനെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്താണ് നമ്മുടെ ഹെൽത്ത്. നമ്മുടെ വയറിന് ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പോകും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ കിടക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ട്. കുഞ്ഞു പിള്ളേർക്ക് പോലും ഈ കടകളിൽ നിന്നൊക്കെ മേടിച്ച് വരുന്ന കഴിച്ചിട്ട് അവരുടെ വയറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നവരില്ലേ, അവർക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്ത് അവരെ പഠിപ്പിക്കണം. നമ്മൾ ഈ പ്രകൃതിയെപ്പറ്റിയും പ്രകൃതിയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണേ. കുമ്പളങ്ങ ജ്യൂസ് 2 ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസാണ് ഞങ്ങൾ ഇന്ന് രാവിലെ കഴിക്കുന്നത് കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുമ്പളങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയുന്നു, മിക്സിയിലിടുന്നു. അത് കുറച്ച് വെള്ളം ഒഴിച്ച് അടിക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തത് അരിച്ചെടുത്തിട്ട് രാവിലെ കഴിക്കുക. വയറിന് ഇത്ര നല്ല സംഭവം വേറെ ഇല്ല കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. വേറെ ആളും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് നിങ്ങൾക്കിന്ന് കഴിച്ച് നോക്കുക. കുമ്പളങ്ങ ജ്യൂസിൻ്റെ ഗുണം എന്താണെന്ന് അറിയണം. ഒന്നുമില്ലെങ്കിൽ സംശയമുണ്ടോ, നെറ്റിലൊന്ന് പരിധി നോക്കുക. എല്ലാ കുമ്പളങ്ങയുടെ ഗുണം അറിയാം. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നല്ലേ കുമ്പളങ്ങ. ഈ കുമ്പളങ്ങായും കപ്പങ്ങായും വാഴയ്ക്കായും അതൊക്കെ ഇത്ര നല്ലതാണ്. പിന്നെ ചിലർക്ക് പൊട്ടാസ്യം കൂടുതലുള്ളവർക്ക് അധികം വാഴയ്ക്കൊന്നും പറ്റില്ല. പക്ഷേ ഇതൊക്കെ വളരെ നല്ല സാധനമാണ്. അതുകൊണ്ട് ട്രൈ ചെയ്യുക. കുമ്പളങ്ങ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഞാനിത് ഓരോന്നും ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.